ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മാനുവറിങ്ങിൻ്റെ ഒരു സീരീസ് ഇടുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഫിഷ് അമിനോ ആസിഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് മുന്നേ പറയട്ടെ, എന്തൊക്കെയാണ് ഫിഷ് അമിനോ ആസിഡ് എപ്പോൾ ഉപയോഗിക്കണം കറക്റ്റായിട്ട്, എന്തൊക്കെയാണ് ഫിഷ് അമിനോ ആസിഡ് നമുക്ക് കിട്ടുന്നത്, ചെടിയുടെ വളർച്ചയുടെ ഏത് സമയത്താണ് അത് ഏറ്റവും നന്നായിട്ട് ചെടിക്ക് ഗുണം കിട്ടുക, എന്തൊക്കെ യൂസസ് ആണുള്ളത് അതൊക്കെ പറയാവേ. അപ്പം ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അത് ഈ ഫിഷ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കും, അമിനോ ആസിഡിൻ്റെ രൂപത്തിലേക്ക് മാറ്റും. അമിനോ ആസിഡ് ആണല്ലോ പ്രോട്ടീൻ ആയി മാറുന്നത്. അതായത് ചെടികൾ ആ അമിനോ ആസിഡ് വലിച്ചെടുത്ത് ആണ് ചെടികൾ വളരുന്നത്. ഇനി ഇതിനകത്ത് അമിനോ ആസിഡ് മാത്രമല്ല ഉണ്ടാകുന്നത്, ഫെർമെൻറ്റേഷൻ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി മിനറൽസ്, അതായത് ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം, അങ്ങനെ ഒരു 10-15ഓളം മിനറൽസ്, പിന്നെ അമിനോ ആസിഡ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ പറയാനുള്ള കാര്യം, ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇതെങ്ങനെയാണ് ആദ്യമേ കാണാം ഇതെങ്ങനെയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഞാൻ ഇതുവരെ എല്ലാവരും ചെയ്ത് കണ്ടേക്കുന്നത് മെയിൻലി മീനും ശർക്കരയും മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ ഞാനിവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഞാൻ മീനും ശർക്കരയും മാത്രമല്ല ഉപയോഗിക്കാൻ പോകുന്നത്, അതൊരു സസ്പെൻസ് ആണ്. അപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്, ആദ്യമേ നമ്മൾ മീനെടുത്ത് ചെറിയ ചെറിയ കഷ്ണമാക്കി നുറുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ കഷ്ണമാകുമ്പോഴത്തേക്ക് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പാടാം. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ചെറിയ മീൻ കുഞ്ഞു കുഞ്ഞായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾ വിചാരിക്കുമല്ലേ, ഈ പെങ്കൊച്ച് ചെറിയ മീൻ വല്ലതും ചീഞ്ഞ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനുള്ളതിന് നല്ല മത്തി എടുത്തിട്ട് വെട്ടി ഇങ്ങനെ ആക്കുന്നത്. അത് ചീഞ്ഞ മീനൊക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചീഞ്ഞ മീൻ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ശരിക്കും ഈ മീൻ ഫുള്ളായിട്ട് തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ തലഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതാണേലും മതി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ശർക്കരയാണേ. ശർക്കരയാണ് വേണ്ടത്. ഇനി ഞാൻ പറഞ്ഞല്ലേ ഒരു സസ്പെൻസ് ഉണ്ടെന്ന്, ആ സസ്പെൻസ് ആണിത്. ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് എന്ത്, പപ്പായ, അതായത് നമ്മളുടെ കപ്പളങ്ങ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പൊ ഈ കപ്പളങ്ങ എന്തിനാണ് നമ്മൾ ഈ കപ്പളങ്ങ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുണ്ടോ, ഇത് ഞാൻ നല്ല കപ്പളങ്ങ അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ അഴുകിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കപ്പളങ്ങ യൂസ് ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾ നല്ല ഒന്നും എടുക്കണമെന്നില്ല. ഞാൻ അതിന്റെ കുരുഭാഗം കളയുവാണ്. ഈ കപ്പളങ്ങയ്ക്കകത്ത് പാപ്പിൻസ് എന്ന് പറഞ്ഞ എൻസൈംസ് ഉണ്ട്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ശർക്കരയും മീനും മാത്രം ഇടുമ്പം ഇത് അഴുകി വരാൻ കുറേ സമയം എടുക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എന്തെങ്കിലും ഒരു എൻസൈമിൻ്റെ സഹായം ഉണ്ടെങ്കിൽ വേഗം ഇത് അഴുകി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കപ്പളങ്ങ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ആദ്യമേ ഫസ്റ്റ് ലെയർ നമ്മൾ ഈ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ ഈ ചെറിയ പാത്രത്തിൽ ചെയ്യുന്നത്? മെയിനായിട്ടും ഇവിടെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കി ഇരിപ്പുണ്ടേ. അപ്പം ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് ആവശ്യാനുസരണമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അതുകൊണ്ടാണ്. അപ്പം എന്താ, ഞാൻ ആദ്യത്തെ ലെയറിൽ മീനിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു ലെയർ ശർക്കര ഇട്ട് കൊടുക്കുന്നു. ഈ ശർക്കര എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ശർക്കര ഒരു പ്രിസർവേറ്റീവ് ആണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഇതുണ്ടല്ലോ, കീടാണുക്കളും അല്ലെ പുഴുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ലെയറിൽ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. ശർക്കര പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. എൻ്റെ ശർക്കര ഇച്ചിരി കട്ടകളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതാ ഒരു ലെയറിൽ ഞാൻ ശർക്കര ഇട്ട് കൊടുത്തു. ഇനി അടുത്ത ലെയറിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ലെയറിൽ നമ്മൾ ഒരു ലെയർ കപ്പളങ്ങ ഇട്ട് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ എൻസൈമിൻ്റെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പളങ്ങ ഇട്ട് കൊടുക്കുന്നത്.
അപ്പം ഫിഷ് അമിനോ ആസിഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഫിഷ് അമിനോ ആസിഡ് നമ്മൾ കൂടുതലും ഈ ഫ്ലവറിങ് സ്റ്റേജിന് മുന്നേ, അതായത് ചെടികൾ പൂവിടുന്നതിന് മുന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. അതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്ക്, കാരണം നമ്മൾക്ക് അതെയല്ലോ, നമുക്ക് അമിനോ ആസിഡ് ആണ് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. അപ്പം നമ്മുടെ വളരുന്ന സ്റ്റേജിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇതിനകത്ത് ഈ മഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസിനെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വളർച്ചയുടെ സ്റ്റേജിലാണ് ഫിഷ് അമിനോ ആസിഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തളിക്കുക മാത്രമല്ല, നമ്മളത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ചെടികൾക്ക് അത് അമിനോ ആസിഡ് അബ്സോർബ് ചെയ്യാനും പറ്റും. പിന്നെ തളിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഈ കീടങ്ങളുടെ ഉപദ്രവം, കാരണം ഇതിന് മീനൊരു മണം ഉണ്ടല്ലോ, ഇതിനൊരു സ്വീറ്റ് ഫിഷ് ഫ്ലേവർ എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു മണം കാരണം കീടങ്ങളുടെ ഉപദ്രവവും കുറഞ്ഞിട്ടും. അപ്പം ഇതാ ഞാൻ രണ്ടാമത്തെ ലെയർ നമ്മുടെ മത്തി ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ ലെയർ മത്തി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഞാൻ ബാക്കി കപ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വേണം എല്ലാം എടുക്കാൻ. അതായത് 1 കിലോ മത്തിയാണ്, അല്ലെ 1 കിലോ മീനിന്റെ വേസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 1 കിലോ തന്നെ ശർക്കരയും, ഈ കപ്പളങ്ങ ഉണ്ടെങ്കിൽ അത് 1 കിലോ എടുക്കാം. അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഓരോരോ ലെയറുകളായിട്ട് ആക്കി വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പൊക്കത്തെ ഭാഗത്ത് ശർക്കര തന്നെ വരാൻ ശ്രദ്ധിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കീടങ്ങളുടെ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാനും ഇത് അഴുകി ഇതിനകത്ത് പുഴുശല്യം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ബാക്ടീരിയനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാത്തിലും. ഇതിൽ മാത്രമല്ല, നമ്മൾ പല മാനുവറിലും ശർക്കര ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, മധുരം എന്ന് പറയുന്നത് നല്ല അളവിൽ, നല്ല കോൺസെൻട്രേഷനിൽ മധുരം എന്ന് പറയുന്നത് നല്ലൊരു പ്രിസർവേറ്റീവ് ആണ്. പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഉപ്പിലിട്ട് വയ്ക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് വെക്കത്തില്ലേ, ഉപ്പ് പോലെ തന്നെ മധുരം ഒരു പ്രിസർവേറ്റീവ് ആണ്. പിന്നെ അത് മാത്രമല്ല, മധുരം എന്ന് പറയുന്നത് ഇത് ഡീഗ്രഡേഷൻ പ്രോസസ്സ്, അതായത് ഇത് വേഗം അഴുകാനും ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ശർക്കരയ്ക്കുണ്ട്. പിന്നെ ശർക്കരയിൽ അയൺ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ശർക്കര പൊക്ക ഭാഗത്ത് വരണം, അതിന് ശ്രദ്ധിക്കുക. ഇതാ അപ്പം നമ്മളുടെ ഫിഷ് അമിനോ ആസിഡിന്റെ ആ പായ്ക്ക് സെറ്റായി. ഇതുണ്ടോ, ഏറ്റവും പൊക്കത്തെ ലെയർ ശർക്കര ആയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്കിവിടെ 2 കുപ്പിക്കകത്ത്, അതായത് 250 ml 2 കുപ്പിക്കകത്ത് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഡപ്പയ്ക്കകത്ത് ഉണ്ടാക്കിയത്. ഇനി നിങ്ങളിത് വെയിൽ തട്ടാത്തടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് അഴുകാൻ വേണ്ടി തുടങ്ങും. ഒരു 2 തൊട്ട് 6 മാസം വരെ സമയം എടുക്കും ഇതിന് മൊത്തത്തിൽ അഴുകി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് മാത്രമുള്ള സമയം ഇതിന് കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ കീടങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ചെടീനെ രക്ഷിക്കാനും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്തും NPK ഉണ്ട്, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈ പയറിനും എല്ലാത്തിനും ഉപയോഗിക്കും. എല്ലാത്തിനും ഇതൊരു സപ്ലിമെൻ്റ് ആണ്, ഒരു ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ ആണിത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ അറിയിക്കുക കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, കപ്പളങ്ങ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. വേഗം ഡീഗ്രേഡേഷൻ നടക്കും, കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഓൾറെഡി ഇതിനകത്തൊരു എൻസൈം ഉണ്ടല്ലോ, കപ്പളങ്ങയ്ക്കകത്തുള്ള പാപ്പിൻ എന്ന് പറഞ്ഞ എൻസൈം, ഇത് വേഗം ഡീഗ്രേഡ് ചെയ്ത് വരാൻ വേണ്ടി സഹായിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു.